ഞാൻ ഓൾമോസ്റ്റ് 5 മന്ത് ആയിട്ട് ഉണ്ട് സബിൽ. മുൻപ് ഒറിജിനൽ അക്കൗണ്ട് ആയിരുന്നു സൂര്യൽ സൺസെറ്റ്. അങ്ങനെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഒറിജിനൽ അക്കൗണ്ട് എനിക്ക് അറിയാൻ പറ്റും. ഇത് ആരാന്ന് എനിക്കറിയില്ല. കാരണം കാർത്തിക് ഒറിജിനൽ അല്ല. പിന്നെ ഒരുപാട് പേര് എനിക്ക് പേരറിയാവുന്ന ആൾക്കാരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സബ് എടുക്കുന്നത്. കാരണം നമുക്കറിയാലോ ഇതിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കണക്ക് അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും ഇതാക്കണ്ട. ഇപ്പോ ഞാൻ അപ്പൊ എല്ലാരും പറഞ്ഞ റീലിലും സ്റ്റോറിയിലും ഉണ്ട്, പക്ഷെ ഇതില്ല. ആ റീലിലും സ്റ്റോറിയിലും അതേ കോസ്റ്റ്യൂമിലാണ് ഞാൻ സബിൽ ലൈവിൽ ഉണ്ടാകുന്നതും ഇതാക്കുന്നതും ഒക്കെ. പക്ഷെ ഞാൻ സേവ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയരുത്. മീൻസ് ജിപ്സയുടെ ഫസ്റ്റ് അക്കൗണ്ടിന്റെ സബ് ആയിരുന്നു. പക്ഷെ എനിക്ക് പേര് പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ മാഷെ, അതുകൊണ്ടാണ്. ആ കുളി കാണിക്കും നാളെ എല്ലാ തുണ്ട് സൈറ്റിലും വരാൻ വേണ്ടിയിട്ട്. കുളിയല്ല കളിയാണ് ഞാൻ കാണിക്കുന്നേ. എപ്പോൾ ഞാൻ അതിൻ്റെതായ ഇതിൽ ഞാനിപ്പോ ഈ പറഞ്ഞത് ആദ്യം തൊട്ടൊന്ന് കേൾക്കുമ്പോ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതൊന്നും ഒരു പ്രോബ്ലം ഉള്ള. കാരണം എന്നെ ആരും വന്ന് കയറി ഫക്ക് ചെയ്യുന്നില്ല, എന്നെ ആരും എന്റെ ബോഡിയിൽ സ്പർശിക്കുന്നില്ല, എന്നെ വേറൊന്നും ഇതാക്കില്ല. ഇപ്പൊ സിനിമയിൽ ആൾക്കാർ കാണിക്കുന്നത് എന്താണോ അതൊക്കെ തന്നെ ഇതിലുള്ളൂ. അതിലപ്പുറമൊന്നും ഞാനൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇപ്പൊ രശ്മിക മന്ദാന മറ്റേ ഫിലിമിൽ മറ്റേ എല്ലാ പേരും ഇപ്പൊ ഈ ഐറ്റം ഡാൻസ് ചെയ്യുന്നവരും അല്ലാത്തവരും ഇപ്പൊ നടിമാരും ഒക്കെ അല്ല ഇതാക്കുന്നവരും ഒക്കെ ഇത് ബ്രേസർ ഇട്ടിട്ട് ഇതാക്കുന്നുണ്ട്. ബ്രേസർ ഇട്ടിട്ട് സാരി ഉടുത്തിട്ടാണ് ഇപ്പൊ എല്ലാരും പരസ്യമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനിപ്പം കുറച്ച് ശബ്ദയും ഇതുമായുണ്ട്. അല്ലെങ്കിൽ ഞാൻ ബിക്കിനി ഷൂട്ട് ചെയ്തേനെ. എനിക്ക് ബിക്കിനി ഷൂട്ടിന് കാരണം നമുക്ക് കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ഇതിൽ ഇതാക്കിയിട്ട് ഈ വെടി എന്നൊക്കെ വിളിക്കുന്ന പൊലയാടി മക്കളോട് എനിക്ക് ഉണ്ടായതുകൊണ്ടൊക്കെ പറയാനുള്ളത്, ഞാൻ പൈസ വെച്ച് ഇവിടെ ആളെ കയറ്റി ഫക്ക് ചെയ്യിക്കുന്നില്ല. ഞാൻ ഒരുത്തൻ്റെ കൂടെ ഇതുവരെ പോയി കടന്ന് ഫക്ക് ചെയ്തിട്ടുമില്ല. അതെനിക്ക് എവിടെയും പറയാവുന്നതാണ്. അങ്ങനെ ഒരുത്തൻ എന്നെ പരിപാടി എടുത്തു എന്നുള്ളതല്ല. അതുകൊണ്ട് ഈ വെടി പറയുന്നൊക്കെ ഉള്ള ആൾക്കാരുടെ വിളി അതങ്ങ് മാറ്റി വെക്കട്ടെ. ഒന്നാമത്തത്, നമ്മളുടെ ഈ സബിലുള്ള കുറെ നാറുകളാണ് വന്നിട്ട്, പക്ഷെ സബിലുള്ളവരാരും ഇതാക്കില്ല. കാരണം അവർക്കൊക്കെ ഒന്നും കിട്ടിയില്ല എന്ന് പറയും. പിന്നെ എവിടെ നിന്നാണ് ഈ കഴിവേറുകൾ എന്ന് പറയണമെന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഇപ്പൊ പറയാൻ വന്നത്, നിങ്ങൾ ആവശ്യമില്ലാതെ പിണങ്ങാൻ നിൽക്കരുത്. ലൈവ് വരാത്തോണ്ടല്ല, ഹോട്ടായിട്ട് ഇത് ഞാൻ ഇപ്പൊ സേവ് ചെയ്യും. കാരണം ഇതിൽ ഹോട്ടായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. യു ഹാവ് യു ഓൺ വേസ് ടു അച്ചീവ് യുവർ ഗോൾസ്. മടിയിൽ കനമുള്ളവർക്കല്ലേ പേടിക്കേണ്ടത്. അത് അത്രേ ഉള്ളൂ സത്യം. അതുകൊണ്ടാണ് എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞതും. ഞാൻ എന്റെ ബോഡി ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് മാത്രമല്ല, ഞാൻ മറ്റേ ജിപ്സ ബീഗം ഒഫീഷ്യലില് സദഫ് ഒഫീഷ്യലില് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഇതാകണം മാർച്ചിൽ അത് ഓപ്പൺ ആവും. അപ്പം സബ് അതിൽ ഓപ്പൺ ആവും. അപ്പൊ അതിൽ ഞാൻ ബിക്നിയുടെ ഒരുപാട് ഞാൻ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് അടിപൊളി റീൽസ് ഇട്ടിരുന്നു. അതെല്ലാം അടിച്ചു കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാനിപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് എന്റെ അക്കൗണ്ട് ഉൾപ്പെടെ പണിയിട്ട് തരിക. അതിലൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറയും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. ഏതെങ്കിലും ഒരു ഹോട്ടൽ ലൈവ് സേവ് ചെയ്ത് വെച്ചിരുന്ന അപ്പൊ പണി തരിക. അപ്പൊ അത് കണ്ടു. പക്ഷെ ഇപ്പൊ ലൈവ് സേവ് ചെയ്യാത്തോണ്ട് ഒരു പ്രശ്നവും ഇല്ല, ഒരു വിഷയവും ഇല്ല, ഒരു തരത്തിലും ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ലൈവ് വരാത്തതല്ല സേവ് ചെയ്യത്താണ്. കാരണം ഞാൻ ഇട്ട സ്റ്റോറികൾക്കും ഞാൻ ഇട്ട റീൽസിനും എല്ലാത്തിനും എനിക്ക് സബിൽ എന്തിടണം. അതേ ഈ ഞാൻ സാധായിലിടുന്ന സാധനം സബിൽ ഇട്ടാൽ മതി, പണി തരും. ആ സാധായിൽ ഇട്ടാൽ പ്രശ്നമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി റീലും കോപ്പൊന്നും വേണ്ട, നമുക്ക് ലൈവ് മതി. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇപ്പൊ ഉള്ള ആൾക്കാരോടാണ് പറയുന്നത്, വന്ന് നോക്കിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രാവശ്യം അവർക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ. ഈ അപ്രോക്സിമേറ്റ് ടൈം എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. കാരണം പലർക്ക് പല സമയത്താണ് ഫ്രീ ആവുന്നത്. ഒന്നാമത്തത്. GCC ടീംസിന് മിസ്സാവുന്നതുകൊണ്ടാണ് ഞാൻ 12 മണി തൊട്ട് നമ്മൾ ഒരു കുറച്ച് ദിവസം രാത്രിയിൽ ഫുൾ ഇതാക്കിയ. അന്നുള്ളവർക്ക് പകൽ മിസ്സായി. GCC ടീമിനുള്ള അന്ന് ഉണ്ടായിരുന്നില്ലേ GCC പിന്നെ ടീംസിന് വേണ്ടിയിട്ടായിരുന്നു ഞാനും നമ്മളുടെ അപ്പോ നമ്മളെല്ലാരും കൂടി ഭയങ്കര രസമുള്ള ലൈവുകളായിരുന്നു. മീൻസ് കൊച്ചു വർത്താനവും കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിലും അത് കുറച്ചുകൂടി ഒരു എന്താ പറയാ ഒരു ആത്മാവുള്ള ലൈവുകളായിരുന്നു അതെല്ലാം. പുറത്തുള്ള കഴിവേറുകള് നിങ്ങളെങ്കിലും പോയിട്ട് അവിടെ ഇവിടെ ഈ കമന്റ്സ് കാണുമ്പോ പറയുക, കണ്ട ആൾക്കാരെ പോലെ ഊമ്പിപ്പീരല്ല ഞാനെന്ന്. നിങ്ങൾ പോലും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ആത്മാർത്ഥത കാണി? എന്റെ അക്കൗണ്ടും കളഞ്ഞ് എന്റെ ഇത് ഇതാക്കിയിട്ട് എന്താ ഈ ടൈം? ഞാൻ സേവ് ചെയ്യുമ്പോഴത്തേക്കുവേ ഒന്ന് നോക്കിയാൽ മതി. ചേച്ചി രാത്രി മാത്രം വരാൻ പറ്റില്ല, എനിക്ക് BP അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ എന്റെ BPയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്റെ മുടി കൊഴിച്ചിലൊക്കെ വരണത്. കാരണം എനിക്ക് രാത്രി മാത്രമായിട്ട് വരാൻ പറ്റൂല. കൂടുതൽ അങ്ങനെയൊക്കെ
നിങ്ങളുടെ സ്പെഷ്യൽ ടൈം നിങ്ങളുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയം എടുക്കേണ്ടി വരും. കാരണം എനിക്ക് പാതിരാത്രി കഴിഞ്ഞ് ഇനി ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് പ്രശ്നം വരും. ഒരു 19 വയസ്സെങ്കിലും ഞാൻ ജീവിച്ചിരിക്കണ്ടേ? ജീവിച്ചിരിക്കണ്ടേ? നിങ്ങൾ സബ് എടുത്തിട്ട് കാര്യമില്ല. എനിക്കൊരു പ്രൊഫൈല് വേണ്ടേ? ഈ അടിച്ചു പോകുന്നതിനനുസരിച്ച് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എനിക്കൊരു പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോ ഈ 50K ഉള്ള അല്ല 50K ഉള്ള ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് കാണിച്ചാൽ മതിയോ? ഇപ്പൊ എല്ലാത്തിനും എവിടെ പോയാലും എന്ത് ചെയ്യണമെങ്കിലും എന്ത് ഒരു വർക്ക് വരണമെങ്കിലും ഒക്കെ നമുക്ക് എത്ര പേര് ഫോളോവേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ടാ. അങ്ങനെ ഓരോരോ അക്കൗണ്ടും അടിച്ചു പോകുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച്, അടിച്ചു പോയാലും അടിച്ചു കളയുന്നതാ, നമുക്കിട്ട് പണി തരണതാ, അത് വേറെ കാര്യം. അപ്പൊ ഓക്കെ, ഞാൻ ഭയങ്കര തലവേദന എടുക്കണം. ഞാനിപ്പോ വന്ന് കേറിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ ഫുഡും ഒന്നും കഴിച്ചിട്ടില്ല, ഒരു കാര്യം ഇതാക്കിയിട്ടില്ല. ഞാൻ ചെന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാന്ന് വെച്ചപ്പോ എനിക്കിതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, സബ് എടുക്കുന്ന ആൾക്കാരോട് ഒന്ന് പറയാനാണ്. അപ്പം എന്റെ മാക്സിമം ഞാൻ എന്റെ എന്താ പറയാ എത്തിക്സിനും ലോജിക്കിനും അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ആർട്ടിസ്റ്റ്, ഇത്രയും ഫെമിലിയർ ആയിട്ട് ഒരാള്. നിങ്ങളോട് ഇങ്ങനെയൊന്നും ആരും എനിക്ക് തോന്നണില്ല. പലരും എന്റെ ലൈവിൽ പറഞ്ഞിട്ട് പല ആൾക്കാർക്കും പല സബിലെ പെണ്ണുങ്ങളും ഇതാക്കുന്ന വേണോ കണ്ടിട്ട് പോടാ മൈര എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണ്. പക്ഷെ ജിപ്സ് അങ്ങനെ അല്ല എന്ന്, ഇത് വർത്താണ്. പുള്ളിക്കാരിക്ക് നമ്മൾക്ക് തരണ റെസ്പെക്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു എന്റെ സബിൽ ഒരുപാട് പേര് 90% പേരും സ്റ്റാൻഡേർഡ് ഉള്ളതും ഒരുപാട് പേരും എന്താ പറയാ എന്നെ സപ്പോർട്ട് ചെയ്യണത് ഇതാക്കിയിട്ടുള്ളതാണ്. ബാക്കി 10% പേരോടാണ് ഞാൻ പറയണത്. ഓക്കെ, എനിക്ക് തല ഇറങ്ങാൻ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ വയറുവേദന ഒരു സൈഡില്, വർക്ക് ഒരു സൈഡില്, ഫുഡ് കഴിക്കാത്തൊരു സൈഡില്. സമയം സ്റ്റോറി ഇട്ടാൽ മതി. ഒരു അരമണിക്കൂറിന് മുമ്പേക്കാണെങ്കിലും ഒക്കെ ഞാൻ കുറെ ലേറ്റ് ആക്കിയിട്ട് ഇടുമ്പോ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കോളോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞതായിപ്പോ ഒരു അരമണിക്കൂർ മുമ്പേക്ക് സ്റ്റോറി ഇടാം. ഓക്കെ, ഒരു 2 ദിവസം കഴിയട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കാം. പോരെ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു കോസ്റ്റ്യൂം ഒന്ന് ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്ത്, നിങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് കോസ്റ്റ്യൂം ഒക്കെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട്. പിന്നെ ഓവറായിട്ട് നമ്മൾ കുറച്ചുകൂടെ, കാരണം അക്കൗണ്ട് അടിച്ചു കളയാൻ ഞാൻ ഇനി ഇതാക്കില്ല. പിന്നെ സബ് എടുത്തിട്ട് ഈ അടുത്ത പ്രാവശ്യം ചെയ്ത് ഈ അത് അൺസബ് ചെയ്യണവർക്ക് പിന്നെ കേറാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും, അതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പോയി കുളിക്കട്ടെ, തല പൊട്ടി പോകുന്നു, ഉറക്കം ഭയങ്കരമായിട്ട് വരണ. പിന്നീട് കുറെ സംസാരിക്കുക, കുറെ ഇതാക്കി ചിരിക്കുകയൊക്കെ ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ട് വന്നിട്ടും സ്റ്റേഡിയത്തിൽ പോയപ്പോൾ കുറെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ കണ്ണൊക്കെ ചുമക്കുന്നു. ശരി, ബൈ. ഞാൻ ഒക്കെ സ്റ്റോറി ഇടാം. സ്റ്റോറി ഇടുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്റെ സ്റ്റോറീസും ഇതൊക്കെ എടുത്തൊന്ന് നോക്കണം. ഹോട്ട് ബാഗ് ഞാൻ കൊണ്ടും പോയി ഇതേപ്പോ തിരിച്ച് കൊണ്ടുവന്നു. ഹോട്ട് ബാഗ് മറ്റേ ഇലക്ട്രിക് ഹോട്ട് ബാഗ് എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് ഇതാക്കാൻ. ഇന്ന് വണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ അതായിരുന്നു, ഞാൻ എല്ലാ സ്ഥലത്തും കുടുത്തിയിട്ടിട്ട് ഇതാക്കലായിരുന്നു പണി. സഹിക്കാൻ കഴിയില്ല. എനിക്ക് ചെറിയൊരു ഫൈബ്രോയിഡിന്റെ ഒരു വിഷയം കൂടെ ഉണ്ട്, അതും കൂടെ കാരണമായിരിക്കും എത്രയും ഭയങ്കര പെയിൻ. അല്ലെങ്കിലും പീരീഡ്സ് ആയ എന്റെ അന്ന് തൊട്ട് തുടങ്ങിയ പെയിന് സഹിക്കാൻ കഴിയത്തില്ല. 2 ദിവസം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ ചത്തൊന്നും പോയിട്ടില്ല. സബ് നമുക്ക് 30 ദിവസത്തേക്കുള്ളതാണ്, ഒരു ദിവസത്തേക്കുള്ളതല്ല. ഈ സബ് ചെയ്തിട്ട് അൺസബ് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇത് റിന്യൂവൽ ചെയ്യാതെ ഇരിക്കുമ്പോൾ നഷ്ടം നിങ്ങൾക്ക് തന്നെയുള്ളൂ. ഇന്നില്ലെങ്കിൽ നാളെ മുതലും പലിശയും കൂട്ടുപലിശയായിട്ട് ഞാൻ ഇതാക്കുന്ന ഒരാളാണ്, അത് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, ആവതുണ്ടെങ്കിലേ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ.